ഹായ് ഫ്രണ്ട്സ്, അനീസ് ബ്യൂട്ടീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ വയ്ക്കുന്ന ചെറിയ തോരൻ്റെ വീഡിയോസാണ് ഇപ്പോൾ ഞാൻ അടുപ്പിച്ചിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വന്നേക്കുന്നത് പച്ചപ്പയറിൻ്റെ തോരൻ വയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ്. ബാക്കി അരിയാണ് കേട്ടോ, കുഞ്ഞാക്കി അരിഞ്ഞിട്ടുള്ള എടുത്തിട്ടാണ് നമ്മൾ തോരൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അരിയുന്ന ഇതാണ് ഈ കാണുന്നത്. ഇതുപോലെ എല്ലാവരും ഇതുപോലെ ചെറുതാക്കി ആയിരിക്കില്ല അരിയുക, വലുതാക്കി ആയിരിക്കും. പക്ഷേ എനിക്ക് ഇഷ്ടം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തോരനാണ്. വലിയതാക്കി അരിഞ്ഞിട്ടുള്ള തോരനേറ്റും കൂടുതലിഷ്ടം എനിക്ക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ തോരൻ വെക്കാനായിട്ട് ഒരു സബോളയും ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സബോള നന്നായി തൊലി കളഞ്ഞ് പയറിൻ്റെ ഒപ്പം നന്നായി വാഷ് ചെയ്യാൻ കേട്ടോ. ഒരുമിച്ചാണ് ഞാൻ വാഷ് ചെയ്യുന്നത്, സെപ്പറേറ്റാണ് വാഷ് ചെയ്യേണ്ടത്. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വാഷ് ചെയ്യുന്നതാണ്. എന്നിട്ട് സബോള നന്നായി കുനുകുനാന്ന് അരിയണം. അതുപോലെ തന്നെ പച്ചമുളകും രണ്ടായിട്ട് കീറിയിട്ട് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്തത് ഒരു മുറി നാളികേരത്തിൻ്റെ അതിൻ്റെ പകുതിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ കുറച്ചാണ് പയർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/2 കിലോ പയർ ഉണ്ടാവുള്ളൂ കേട്ടോ, പച്ചപ്പയർ. അപ്പോൾ 1 കിലോയ്ക്ക് ആണെങ്കിൽ അരമുറി നാളികേരം എടുക്കുക. സബോള നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാൻ നന്നായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും സബോള കൂടുതലിടുമ്പോൾ. അപ്പോൾ സബോള നമുക്ക് കൂടുതലിടുന്നത് നല്ലതാണ്. പിന്നെ സബോള ചെറുള്ളിയൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മളുടെയൊക്കെ ഹെയർ വളരാനും സഹായിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചു. പച്ചമുളക്, സബോള, നാളികേരമൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. നമ്മൾ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊക്കെ ഇട്ട് പച്ചമുളകും സബോള ഇട്ടിട്ട് വഴറ്റാണ്. നന്നായി വഴറ്റിയതിന് ശേഷം നന്നായി അതിൻ്റെ ഇത് പോയതിന് ശേഷമായിരിക്കണം നമ്മൾ എന്താ പറയുക, മൂത്തതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയോ വേണ്ടു. നമുക്ക് ആകെ വേണ്ടത് അത് മാത്രമാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ സബോള നന്നായി വാടി വരുന്നതോട് കൂടി നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇടാണ്. പയർ കുറവായതുകൊണ്ടാണ് മുളക് പൊടി ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ ചതമുളക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ചതമുളകാണ് യൂസ് ചെയ്യുന്നത്. മുളക് ചതച്ച പോലത്തെ പീസായിട്ടുള്ളതുണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ്, അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ മുളക് പൊടി ഇട്ടു. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി എന്തിനാണ് ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികൾ വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും മഞ്ഞൾപ്പൊടി കൂടുതലും, അല്ലെങ്കിൽ എല്ലാ കറിയിലും ഇടും, പച്ചക്കറി ആകുമ്പോൾ കൂടുതലിടും. കാരണം പച്ചക്കറിയിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറിന് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം മുളക് ചുവന്ന് വരുന്നോട് കൂടി ഞാൻ നാളികേരവും ഇട്ടു കേട്ടോ. നാളികേരം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ പയർ അതിലേക്ക് ഇടാൻ വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്, സിമ്മിലിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. വെള്ളം ഒഴിക്കാതെ നമ്മളിത് വയ്ക്കുന്നതോടുകൂടി ഇത് വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളിത് കാണുന്നവർ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റാവുന്ന കറിയാണ്. നമുക്ക് ഈ പച്ചപ്പയർ അരിഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. പിറ്റേന്ന് ദിവസം ഇതുപോലെ സവോള അരിയുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. രാവിലെ എണീക്കുക, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ മൂടി വെച്ച് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്, സിമ്മിലിട്ടിട്ട്. അതിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയുന്നതോട് കൂടി നിങ്ങൾ വന്ന് നോക്കുമ്പോൾ അത് എന്താ പറയുക, കുറച്ച് വെന്തിട്ടുണ്ടാകും. പിന്നെയൊന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ അടച്ച് വയ്ക്കുക. അങ്ങനെ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞോടുകൂടി വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. അപ്പം മെഴുക്ക് പുരട്ടി കറക്റ്റ് പാകമായിട്ടുണ്ടാകും. അപ്പോൾ കുറച്ചും കൂടി നേരം സിമ്മിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടി സൂപ്പറായിരിക്കും. അപ്പോൾ പയർ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയാം. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.